എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ജാനകി അനാമികയെ വിളിച്ച് കഴിയുമ്പം അനാമിക പറയുന്ന കാര്യങ്ങൾ നന്ദുവിനെതിരാണല്ലോ. അന്നേരം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ജാനകി വന്ന് പറയുന്നുണ്ട്, നയനിയോടും കനകയോടുമായിട്ടാണ് പറയുന്നത്, ഞാൻ ഏതായാലും അനാമിക മോളെ വിളിച്ചായിരുന്നു, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അത് തന്നെ എല്ലാവരും ഇടിച്ച് അവരെല്ലാം നിലംപരിശാക്കി അനാമിക മോളെ രക്ഷപ്പെടുത്തിയത് നന്ദൂട്ടനാണ് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി, അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയാമെന്ന് പറയും. അന്നേരം നയനി നോക്കി, ഇതെന്താ ഇളയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട്, അവസാനം പിടിക്കപ്പെടും എന്നായപ്പം പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്താകും എന്നായപ്പം നിങ്ങൾ തന്നെ ഒരു നാടകം അങ്ങ് കാഴ്ചവെച്ചു, അതല്ലേ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഇളയമ്മ അങ്ങനെയൊന്നുമില്ല, ഇതെന്താ ഇളയമ്മ ഇങ്ങനെ പറയുന്നത്, അനാമികയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ഞാനും നന്ദുവും കരുതിയുള്ളൂ, അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് അറിയാവോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ജാനകി പറയുന്നത്, എന്തിനാണ് നിങ്ങൾ റിസ്ക് എടുത്തതെന്ന് എനിക്കറിയാം, പിടിക്കപ്പെടാതിരിക്കാനായിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നയന പറയും, എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, ഞാൻ പറയുന്നതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം, അതിലേറെ കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടുണ്ട്, അത് നിങ്ങൾ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവുക. അന്തേക്കും കനക ചോദിക്കുമ്പോൾ, എന്താ മോളെ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവരിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഇളയമ്മയുടെ മനസ്സിൽ ആരൊക്കെയോ വിഷം കുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, അവളെ രക്ഷപ്പെടുത്തിയത് വെറുതെ ആയല്ലോ മോളെ, അതിപ്പോൾ നമുക്ക് തന്നെ പാരയായല്ലോ എന്ന് പറയുക. അന്നേരം നയന പറയും, അങ്ങനെയല്ലമ്മേ, വേറൊരു അപകടം കൂടി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഇപ്പം അനി സ്നേഹിച്ചിരുന്നത് നന്ദുവിനെയാണ് എന്ന് നമുക്കും ഇളയമ്മയ്ക്കൊക്കെ അറിയത്തുള്ളൂ, എല്ലാവർക്കും അറിയത്തില്ല, ഈ പ്രശ്നം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എല്ലാവരും ഇതറിഞ്ഞേനെ, ഇളയമ്മയെ പോലെ തന്നെ എല്ലാവരും നമ്മളോട് പെരുമാറുന്ന അവസ്ഥ ഉണ്ടായേനെ, ആ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം എന്നിങ്ങനെ പറയുന്നുണ്ട് നയന. പിന്നീട് അനാമികയെ കാണിക്കുന്നുണ്ട്. അന്നേരം അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ ബുദ്ധി ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ അങ്ങ് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അനാമികയുടെ അമ്മ പറയും, മോളുടെ ബുദ്ധി കൊണ്ടാണ് അച്ഛനും രക്ഷപ്പെട്ടത്, അത് ഓർത്ത് വെച്ചാൽ നല്ലതാണ്, അതുകൊണ്ട് തന്നെ ഈ വിവാഹം എങ്ങനെ പെട്ടെന്ന് നടത്താം എന്ന് നിങ്ങൾ ചിന്തിക്കുക, അതുപോലെ ആ പലിശക്കാരൻ ഇനിയും വരും, അയാൾക്ക് എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് നിർത്തണ്ടേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനിയുടെ അമ്മയെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് പറയും. അന്നേരം അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, അത് ഏതായാലും നന്നായി, ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ആരും കൂടുതൽ ചിന്തിക്കുകയല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചിന്തിച്ചാലും ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ രീതിയിൽ അങ്ങ് പൊയ്ക്കോളും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ്, ഇനിയിപ്പം നിന്നെ രക്ഷിച്ചത് നന്ദുവാണ് എന്ന് കരുതി നന്ദുവിനോട് കൂടുതൽ സിമ്പതിയൊന്നും എനിക്ക് തോന്നണ്ട, പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ മൊട്ടച്ചി അവനുമായിട്ട് അടുപ്പിക്കരുത് എന്ന് പറയുവാണ്. അന്നേരം അനാമിക പറയുന്നത്, അതൊന്നും സാരമില്ല, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആർക്ക് എവിടെ സ്നേഹം ഉണ്ടെങ്കിലും അതൊക്കെ തല്ലിക്കെടുത്താനും നേരെയാക്കാനും എനിക്കറിയാം എന്ന് അനാമിക പറയുന്നു. എന്നിട്ട് അനാമികയോട് അമ്മ പറയുന്നുണ്ട്, ഇനി മോളെ വിവാഹം കഴിയാതെ പുറത്തേക്ക് പോകുമൊന്നും വേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം, വിവാഹത്തിൻ്റെ അന്ന് പുറത്തിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാകും, ആ പലിശക്കാരൻ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുവാണ്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് ഇരുന്നാലും കുത്തി തുറന്ന് അവൻ ഇങ്ങോട്ട് വരും, അവന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം അനാമിക പറയും, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ കേസ് കൊടുക്കണം, ഇന്നത്തെ കാലത്ത് പൈസ പലിശയ്ക്ക് കൊടുക്കാനോ അത് വേണമെന്ന് പറഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കാനോ ഒന്നും നിയമമില്ല, അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കണം എന്ന് പറയും. അന്നേരം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഒരു ആവശ്യം വന്നപ്പോൾ നമുക്ക് പൈസ തന്ന് നമ്മളെ സഹായിച്ചവരല്ലേ, അത്രയും നെറുകേട് കാണിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുവാണ്, ഭയങ്കര ഒരു സഹാനുഭൂതിയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ പലിശയ്ക്ക് പൈസ മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ, അതുകൊണ്ട് തന്നെ ഒരു ബന്ധുക്കളുടെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ അവരൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണ് ഇവളുടെ ഭർത്താവായി വരുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്, എങ്ങനെയെങ്കിലും ഈ വിവാഹശേഷവും അവരൊക്കെ പൈസ കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്, അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കാണായിരുന്നു എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഈ വിവാഹം എന്ത് വില കൊടുത്ത് നടത്തണം എന്ന് ഞാൻ പറയുന്നത്, പിന്നെ അവിടുത്തെ വല്യമ്മ പോലും പറയുന്നത് ഞാനാണ് ഇനി അവിടത്തേക്ക് കയറി ചെല്ലുന്ന ആദ്യത്തെ മരുമകളെന്നാണ്, ആ ഒരു അവകാശത്തോടു കൂടി തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുള്ളൂ, പിന്നെ അവിടെയുള്ള നന്ദുവിൻ്റെ 2 ചേച്ചിമാരില്ലേ, അവർ വെറും പുറമ്പോക്കാണ്, അവർക്ക് യാതൊരു വിലയും അവിടെയുള്ളവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരുടെയും സ്നേഹം ഞാൻ പിടിച്ചു പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അനാമിക. അന്നേരം അനാമികയുടെ അച്ഛൻ പറയുവാണ്, മോളെ അങ്ങോട്ട് നീ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിൻ്റെ നിയന്ത്രണത്തിൽ വരണം, അതുപോലെ എനിക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കുമെന്ന് അവർ പറഞ്ഞത്, അതിൽ നീയും എങ്ങനെയും
കയറി പറ്റണം. എന്നിട്ട് മാസാമാസം നല്ലൊരു തുക നിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. പിന്നെ പയ്യെ കുറേ കഴിയുമ്പോൾ ഞാനും എങ്ങനെയെങ്കിലും ആ ജ്വല്ലറിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളാം എന്നൊക്കെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യിലാണ് ഇപ്പോൾ വടി. അത് ഏത് രീതിയിൽ എങ്ങനെ എറിയണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നയനെയും അവളുടെ ചേച്ചീനെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്ന അനിയുടെ അമ്മയെ പോലും അവരെ വെറുക്കുന്ന രീതിയിൽ ഞാൻ ആക്കിയത്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയും. കാരണം അനാമിക അങ്ങോട്ട് ചെന്നിട്ട് വേണം അവരുടെ കടങ്ങൾ കുറേശ്ശെയായിട്ട് തീർത്തെടുക്കാൻ. അങ്ങനെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം നയന നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്, നമ്മൾ ചെയ്തതെല്ലാം വെറുതെയായി, അവൾക്ക് അതിനുള്ള നന്ദിയൊന്നുമില്ല, ആ രീതിയിലൊന്നും അല്ല അവൾ അനിയുടെ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്തൊക്കെയോ തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഇളയമ്മ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഇനിയിപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏക ആൾ വലിയ ഇളയമ്മയായിരുന്നു. ഇളയമ്മയും തിരിഞ്ഞു വന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. മോള് ഇതൊന്നും മനസ്സിൽ വെക്കാതെ നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി മേടിക്കണം. പിന്നെ മോൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന യോജിക്കുമെന്ന് തോന്നുന്ന ഒരാളെ കണ്ടു കിട്ടുവാണെങ്കിൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞതിന് ശേഷം ഫോം വയ്ക്കുവാണ്. പിന്നീട് നമ്മുടെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശന് ഭയങ്കര ക്ഷീണമാട്ടോ, തല പൊക്കാൻ പോലും മേല, നല്ല പനിയുണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ പോകാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ കേൾക്കില്ല. അന്നേരം അങ്ങോട്ട് ആദർശ് വരും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വയ്യായിക വന്ന ഉടനെ അന്നേരം ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ വരില്ല എന്ന് പറയരുത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ അച്ഛനെയും വിളിക്കാമെന്ന് പറയും. പിന്നെ മുത്തശ്ശിയുടെ സങ്കടവും വെപ്രാളവും ഒക്കെ കാണുന്നതേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് റെഡിയാകാൻ തുടങ്ങുവാണ്. എഴുന്നേൽക്കുമ്പം ആദർശ് പിടിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, എന്നെ പിടിക്കുമൊന്നും വേണ്ട, എനിക്ക് അത്രയ്ക്ക് ക്ഷീണമൊന്നും ഇല്ലയെന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്, എനിക്കറിയാം, മോനെ എങ്ങനെയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് നല്ല സങ്കടമാട്ടോ മുത്തശ്ശിക്ക്. ഏതായാലും മുത്തശ്ശിനെയും കൊണ്ട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അത് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് മുത്തശ്ശി പുരോഹിതനെ പോയി കാണും കേട്ടോ, ജ്യോതിഷമൊക്കെ നോക്കില്ലേ അയാളെ. അപ്പോൾ പോയി കണ്ട് കഴിയുമ്പോഴത്തേക്കും അനാമികയുടെയും അനിയയുടെയും ജാതകം വെച്ച് നോക്കിയിട്ട് അയാൾ ചോദിക്കും, ഈ ജാതകം ചേരുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന്. അന്നേരം വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ആർക്ക് കുഴപ്പമില്ലെന്ന്, നോക്കുന്ന ആൾക്കോ അതോ വീട്ടിലെ ആൺകുട്ടിക്കോ, ആർക്കാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, എന്താ പുരോഹിതരെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, എനിക്ക് ടെൻഷൻ ആകുന്നു എന്ന് പറയും. അന്നേരം പുരോഹിതർ പറയുന്നുണ്ട്, ഈ ജാതകം ഒരിക്കലും ചേരിയല്ല, പ്രത്യേകിച്ച് അനിയുടെ ജാതകത്തിൽ 2 വിവാഹം പറയുന്നുണ്ട്, അതിൽ രണ്ടാമത്തേത് മാത്രമേ വാഴത്തുള്ളൂ. ഈ വിവാഹം നടന്നാലും ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല എന്ന് പറയും. അന്നേരം അതിൻ്റെ അത് എന്തൊക്കെയോ രീതികളുണ്ടല്ലോ, കേതുവോ വ്യാഴോ അങ്ങനെ, അതങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി വയ്ക്കും, ഇതിനൊരു പരിഹാരമില്ലേന്ന്. അന്നേരം പുരോഹിതർ പറയുന്നുണ്ട്, എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ഞാനങ്ങോട്ട് പറയും, ഇങ്ങനെ എന്തെങ്കിലും സംശയം ഞാൻ മൂർത്തി സാറിനോടാണ് പറഞ്ഞെങ്കിൽ മൂർത്തി സാർ ഈ വിവാഹം നടത്തത്തില്ലായിരുന്നു എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, സ്വർണ്ണം എടുത്തു, ആൾക്കാരെ വിളിച്ചു, വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം അതെനിക്കറിയത്തില്ല, ഏതായാലും മൂർത്തി സാറിനോടുമായിട്ട് തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. ഏതായാലും ദക്ഷിണയൊക്കെ വെച്ചിട്ട് മുത്തശ്ശി അങ്ങോട്ട് എഴുന്നേറ്റ് പോരുക. അന്നേരം പുരോഹിതർ അവിടെ നിന്ന് പറയുക, ലക്ഷണം വെച്ച് അവർ ഇതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയൊന്നും കാണുന്നില്ല, പക്ഷേ ഇനി വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളത് മാത്രമേ മുന്നിലുള്ളൂ എന്ന് പുരോഹിതർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ജാനകിയെ കാണിക്കുന്നുണ്ട്. ജാനകി കുറേ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ച് അനാമിക മോൾ വരുമ്പം കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അജയനോട് പറയുന്നുണ്ട്, ഇവിടെ കുറേ പേര് വലിയ സ്വത്തും പണവും ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നിട്ട് പോലും അമ്മ കുറേ സ്വർണ്ണം അവർക്ക് കൊടുത്തു. പിന്നെ നല്ല കുടുംബത്തിൽ നിന്ന് അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് തന്നെ അനാമിക മോൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം അജയൻ ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഈ രീതിയിലൊന്നും നീ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ, നീ എന്താ മാറിപ്പോയത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ നയന തന്നെയാണ്, അവളെ ചേച്ചിയെല്ലാം തുറന്നു പറയും, ഇവള് എല്ലാം മനസ്സിൽ വെച്ച് ഓരോരുത്തരെ സ്നേഹിച്ച് പറ്റിക്കാൻ മിടിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അജയൻ അങ്ങ് അത്ഭുതമാട്ടോ, ഇത്രയും നാൾ അങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നേ. അതൊക്കെ അങ്ങോട്ട് മുത്തശ്ശി വരും. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് 2 പേരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പം അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, പുരോഹിതർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നാൽ ശരിയാകില്ല എന്നാണ് പുരോഹിതർ പറയുന്നത്. പിന്നെ അനിയയുടെ ജാതകത്തിൽ 2 വിവാഹത്തിനുള്ള യോഗമുണ്ട്, ഈ വിവാഹം നടന്നാലും ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഏത് പുരോഹിതർ പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ ശാപം പിടിച്ചു പറ്റാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഈ വിവാഹം നടന്നേ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ മുത്തശ്ശിയുടെ അടുത്തോട് ചേർന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയോട് ആരെങ്കിലും ഈ വിവാഹം നടന്നാൽ ചേരില്ല എന്ന് പുരോഹിതർ പറയുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ ആര് പറയാനാ, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കരുത് എന്ന ആഗ്രഹമുള്ള ചിലരിവിടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഈ വിവാഹം നടക്കും എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവുക. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവളെന്താ ഇങ്ങനെ മാറിപ്പോയതെന്ന് ചോദിക്കുമ്പം അവളുടെ മനസ്സിൽ ആരോ കുറച്ച് വിഷം കുത്തിവെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫലമായി കാണുന്നതല്ല,
എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം, ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളെ തലയിൽ കയറണ്ടേ. ഇപ്പം നയനയും നയനയുടെ ചേച്ചിയൊക്കെ ശത്രുപക്ഷത്താണ് അവൾക്ക്. ഇനിയിപ്പോൾ ഒരുത്തിയും കൂടി ഈ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്ന് അജയൻ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് തന്നെയാണ് പുരോഹിതരും പറയുന്നത്. മനസ്സിനാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. ഇപ്പം തന്നെ അച്ഛൻ ആശുപത്രിയിലായില്ലേ, ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് വിഷമിച്ച് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. അജയനും നല്ല ടെൻഷനിലാണ്. അവിടുന്ന് പോരുന്ന ജാനകി നേരെ നയനയുടെ അടുത്തോട്ടാണ് വന്നത്. എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, നയനയെ വന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ഇളയമ്മ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിന്നെ ഞാനൊന്ന് പഠിക്കുമായിരുന്നു, നീ ഈ വിവാഹം മുടക്കാനുള്ള അവസാന പണിയെ നോക്കിയില്ലേ, എന്നാൽ നീ ഒന്ന് ഓർത്തോ, ആർക്ക് ശ്രമിച്ചാലും നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരികയില്ല, ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരുന്നുണ്ടെങ്കിൽ അത് അനാമിക മാത്രമായിരിക്കും എന്ന് പറയും. അന്നേരം നയന ചോദിക്കുക, ഇളയമ്മ എന്ത് ഈ പറയുന്നത്, ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാനും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പം, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, വിവാഹം മുടക്കാനായിട്ട് അവസാന ആയുധമായിട്ട് നീ ഇറങ്ങിയേക്കുമല്ലേ, ഏത് പുരോഹിതർ പറഞ്ഞാലും ഈ വിവാഹം നടന്നിരിക്കും, അതിന് യാതൊരു സംശയവും കാണില്ല. ആ ജലജിയും ദേവയാനിയും ഒക്കെ നിന്നെപ്പറ്റി ഓരോന്ന് പറഞ്ഞപ്പം അവരെല്ലാം എതിർത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചതാണ്, ഇപ്പോഴാണ് അതൊക്കെ ശരിയാണ് എന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പം ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.